അതൊരു റിസ്ക്കും ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ BJP തയ്യാറല്ല എന്നാണ് CA ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ അവരെയും ചെറിയൊരു ഭയം പിടികൂടി എന്ന് വേണമെങ്കിൽ പറയാം. കേന്ദ്ര സർക്കാർ ഒരു പോർട്ടൽ ആരംഭിക്കുന്നു, നിങ്ങൾക്ക് പൗരത്വത്തിന് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആ രജിസ്റ്റർ ചെയ്ത ആ പോർട്ടലിൽ നിന്ന് പുറത്താകുന്ന ആളുകൾക്ക് ഞങ്ങൾ പൗരത്വം തരും എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാളിൽ മമത ഈ പറഞ്ഞ പോലെ മറ്റൊരു പോർട്ടൽ തുറന്നു. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് 2 സംസ്ഥാനങ്ങളെയാണ്. ഒന്ന് ആസാമാണ്, മറ്റൊന്ന് ബംഗാളാണ്. പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ CAയുടെ ചട്ടങ്ങൾ പുറത്തു വരുമ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും, ഈ 2 സംസ്ഥാനങ്ങളിലും NDAയും അതുപോലെ പ്രതിപക്ഷ കക്ഷികളും എങ്ങനെയാണ് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്, അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം റിസ്വാനാണ്. റിസ്വാൻ, ഇപ്പോൾ നമ്മൾ ഈ CAയെ പരിഗണിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അസമിലെയും ബംഗാളിലെയും മാക്സിമം സീറ്റുകൾ ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ ജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർക്കൊരു പക ബാക്കിയുള്ള സംസ്ഥാനമാണ്. പല തരത്തിൽ അവർ ശ്രമിച്ചു നോക്കിയിട്ടും കടന്നു കയറാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അപ്പോൾ ബംഗാളിലേക്ക് കയറി കൂടുക, അതുപോലെ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഈ പറഞ്ഞ മണിപ്പൂർ ഉൾപ്പെടെയുള്ള. അപ്പോൾ അസമിലെ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ ബംഗാളിൽ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം കിടക്കുന്നുണ്ട്. ഈ BJPക്ക് എങ്ങനെയെങ്കിലും കടന്നു കയറാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. മമത ഈ പറഞ്ഞ പോലെ പരിങ്ങലാവോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ബംഗാളിൽ എന്തായിരിക്കും ഒരു ഫസ്റ്റ് ടേക്ക് എങ്ങനെയാണ്? നമ്മൾ ബംഗാളിലേക്ക് വരുമ്പോഴത്തേക്ക് ജിഷ്ണു ആദ്യം തന്നെ പറഞ്ഞ പോലെ ബംഗാൾ BJPക്ക് ഒരു പക കിടക്കുന്നൊരു ബാക്കി വെച്ചിട്ട് പോയൊരു സംസ്ഥാനമാണ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയും വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർ മുന്നോട്ട് വയ്ക്കുക. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അവർക്ക് CA. ബാക്കി സംസ്ഥാനങ്ങളെ പോലെയല്ല. ബാക്കി സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ഉയരുമ്പോൾ ബംഗാളിൽ അതിനെ സ്വീകരിച്ച വലിയൊരു വിഭാഗമുണ്ട് ബംഗാളിൽ. അവരെന്ന് പറയുന്നത് 2 കമ്മ്യൂണിറ്റിയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മത്തുവ, പിന്നൊന്ന് രാജ്ബൻഷി. ഇവർ 2 കമ്മ്യൂണിറ്റികളും 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടക്കുന്ന സമയത്ത് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബംഗാളിലേക്ക് കുടിയേറി പാർത്ത ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. മത്തുവ ദളിത് കമ്മ്യൂണിറ്റി, SC വിഭാഗമാണ്. അപ്പോൾ ഇവർക്ക് അവരൊരു പ്രബലമായ വിഭാഗമാണ്. ഇവർ ബംഗാൾ ബോർഡറിൽ കിടക്കുന്ന നോർത്ത് 24 പർഗാനാസ് പോലുള്ള ജില്ലകളിൽ കിടക്കുന്ന പ്രബലമായ വിഭാഗമാണ് ഈ പറയുന്ന മത്തുവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഏകദേശം 1.75 കോടി വോട്ടർമാരാണ് ആ വിഭാഗത്തിൽ നിന്ന് മാത്രമുള്ളത്. അപ്പം ഇവർ 2019 CA അമെൻമെന്റ് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, പൗരത്വ ഭേദഗതി കൊണ്ടുവരുന്നു എന്ന് BJP പറയുമ്പോഴത്തേക്ക് അതിനെ വളരെ വലിയ രീതിയിൽ സ്വീകരിക്കുകയും അതിന്റെ പ്രതിഫലനം 2019 തിരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണല്ലോ BJP. അതായത് CA കൊണ്ടുവരുന്നതിലൂടെ പുതിയൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞ മത്തുവ കമ്മ്യൂണിറ്റി, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഏകദേശം 7ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്തുവ കമ്മ്യൂണിറ്റി വളരെ നിർണായകമാണ്. 7-8 അതെ, വളരെ നിർണായകമാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ പിടിക്കുക എന്നുള്ളതാണ് BJP ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. നമ്മൾ ആസാമിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1985 രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന അസം അക്കോർഡ് വരുന്നത്. അസം അക്കോർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന CA ആവശ്യമടക്കം ഈ പറയുന്ന അസം എന്ന് ഉയരുന്നത്. 79 മുതൽ 85 വരെ ഈ പറയുന്ന ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന സമരമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതൊരു വംശീയമായ ആവശ്യവും കൂടിയാണ്. അതായത് തങ്ങളുടെ ഈ പറയുന്ന സാംസ്കാരികമായ അല്ലെങ്കിൽ എത്നിക്കായ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ പുറത്തുനിന്ന് വന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ കുടിയേറി പാർത്തവർ ഇതിനെ മലിനമാക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്നതിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു, ഞങ്ങളുടെ എത്നിക് ഐഡന്റിറ്റി ഇല്ലാതാകുന്നു എന്നുള്ള ഒരു രോഷത്തിന്റെ പുറത്താണ് ഈ പറഞ്ഞ CA ആവശ്യം അവിടെ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ വളരെ നിർണായകമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ CA നടപ്പിലാക്കുന്നതിലൂടെ അവിടെ ശരിക്കും പറഞ്ഞാൽ BJP ഗുണമാണോ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിൽ സംശയം മാത്രമല്ല, ചിലപ്പോൾ ദോഷമായി അല്ലെങ്കിൽ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്, ഈ പറഞ്ഞ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവന്ന സമയത്ത് അസമിൽ ഏകദേശം 19 ലക്ഷത്തിലധികം പേർ അതിന് പുറത്തായിരുന്നു. ആ 19 ലക്ഷത്തിൽ 10 ലക്ഷം പേരും ഹിന്ദുക്കളായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 10 ലക്ഷം പേര് ഹിന്ദുക്കളാണെന്ന് പറയുന്ന സമയത്ത് 7 ലക്ഷത്തോളം ആണ് അവിടെ മുസ്ലിങ്ങൾ വരുന്നത്. 4 ലക്ഷത്തിലധികം പേരും ബംഗ്ലാ മുസ്ലിങ്ങൾ മറ്റൊരു ഭാഗത്തുണ്ട്. ഈ വിഭാഗം, ഈ 2 മുസ്ലിം വിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്താൽ പോലും അതിലധികം പേര് അല്ലെങ്കിൽ അതിനോളം ആളുകൾ ഇപ്പുറത്ത് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് പുറത്താകുന്നുണ്ട് എന്നുള്ളിടത്ത് ഈ പറഞ്ഞതുപോലെ ഈ നിയമം അസമിൽ ഒരേ പോലെ അല്ലെങ്കിൽ അസമിൽ BJP പ്രതീക്ഷിച്ചതുപോലെ ഒരു ഗുണമാണ് ഉണ്ടാക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അതേസമയത്ത് ഇപ്പോൾ ബംഗാളിലെടുത്താൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗാൾ ആസാമും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി
ഈ പറഞ്ഞ പോലെ വോട്ട് കൂടുതൽ പിടിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു ബംഗാൾ. ഇപ്പോൾ കഴിഞ്ഞ തവണ 42 സീറ്റിൽ 22 തൃണമൂൽ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഇന്ത്യ സഖ്യം ഈ പറയുന്ന ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റ് പിടിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ഈ പറയുന്ന പോലെ അതെ മാജിക് നമ്പറിലേക്ക് എത്താൻ എത്തിയില്ലെങ്കിൽ പോലും വലിയ ശക്തമായ പ്രതിപക്ഷമായി മാറാൻ വരെ സാധ്യതയുള്ള ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കർഷക സമരത്തിനൊക്കെ വലിയ സ്വാധീനം ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മുമ്പ് BJP കിട്ടിയ അത്രയും സീറ്റുകൾ ഇനി കിട്ടുമെന്നുള്ള സംശയം നിലനിൽക്കുന്നിടത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംസ്ഥാനങ്ങളിലേക്ക് ഇടിച്ചു കയറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അത് റിസ്ക്കും ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ BJP തയ്യാറല്ല എന്നാണ് CA ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ അവരെയും ചെറിയൊരു ഭയം പിടികൂടി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു റിസ്ക് എടുക്കാൻ ഈ വട്ടം തയ്യാറല്ല. എന്ത് വില കൊടുത്തും ഈ വട്ടം ഭരണം പിടിച്ചേ മതിയാകൂ എന്നുള്ളതാണ് സംഭവം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബംഗാളിനെ കുറിച്ച് കണക്കിലൂടെ പറയാം. 2019 ഈ CA ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മത്വ കമ്മ്യൂണിറ്റി വളരെ ആവേശത്തോടെയാണ് അതിനെ സ്വീകരിച്ചത്. അതിന്റെ പ്രതിഫലനം ഉണ്ടായി എന്ന് ഞാൻ പറയാൻ കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 18 സീറ്റ് BJP നേടി. അന്ന് അതിൽ 33 നിയമസഭാ മണ്ഡലങ്ങളിൽ 68 33 നിയമസഭാ മണ്ഡലങ്ങളിൽ SC സംവരണമാണ്. ഇവിടെ BJPക്ക് വളരെ വലിയ നേട്ടമുണ്ടായി. അതിൽ തന്നെ ഈ 33 SC സംവരണ സീറ്റുകളിൽ 28 ഇടത്തും പ്രബലമായ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മത്വ കമ്മ്യൂണിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രത്തോളം ഒരു കൺസോൾട്ടേഷൻ അവർ ഉണ്ടാക്കി. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2021 എത്തുമ്പോൾ ഇവർ നടപ്പിലാക്കിയില്ല എന്നതിന്റെ രോഷവും BJP അറിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ആ ഒരു റിസ്ക് എടുക്കാൻ ഒരിക്കലും BJP തയ്യാറല്ല. അതിന്റെ ഭാഗമായിട്ടാണ് ബംഗാളിൽ ഇപ്പോൾ ബംഗാൾ എന്നല്ല ഇന്ത്യയിൽ ഒട്ടാകെ CA നടപ്പിലാക്കിക്കൊണ്ട് എവിടുന്നൊക്കെ വോട്ട് നമുക്ക് ശേഖരിക്കാൻ പറ്റുമോ ആ കൺസൾട്ടേഷൻ എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് അസമിന്റെ കാര്യത്തിൽ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ BJPക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ എന്ന് അസമിൽ ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം, അസം അക്കോഡ് പ്രകാരം 1971 ആയിരുന്നു കട്ട് ഓഫ് ഡേറ്റ്. അതായത് 1971 ശേഷം വരുന്നവരെ എല്ലാം പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്താക്കും, ഇലക്ട്രൽ ലിസ്റ്റിൽ നിന്നെല്ലാം പുറത്താക്കുമെന്നായിരുന്നു അസം അക്കോഡ് പറഞ്ഞത്. അതിപ്പോൾ 2014 കട്ട് ഓഫ് ഡേറ്റ് വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ CA അമെൻമെന്റ് പ്രകാരം 2014 കട്ട് ഓഫ് ഡേറ്റ്. അപ്പോൾ വീണ്ടും ഇത്ര വർഷത്തെ ഒരു ഇത് വരികയാണ്, കട്ട് ഓഫ് ഡേറ്റ് അത്രയും കൂടെ കൂട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഈ അത്രയും കൂടി ജനങ്ങൾ വീണ്ടും ഈ ഇലക്ട്രൽ വോട്ടിലേക്കും പൗരത്വ രജിസ്റ്ററിലേക്കും കടന്നു കയറും. അപ്പോൾ അത് വീണ്ടും BJPക്ക് ചിലപ്പോൾ തിരിച്ചടിയാവാനേ സാധ്യതയുള്ളൂ. കാരണം ഈ ഞങ്ങളുടെ വംശീയത, ഞങ്ങളുടെ സംസ്കാരം എന്നിവയൊക്കെ പറഞ്ഞിട്ട് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വിഭാഗമാണ് അസമിൽ. അതൊരു തീർത്തും വംശീയമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു അസമിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു ജനതയ്ക്കിടയിലേക്കാണ് വീണ്ടും കട്ട് ഓഫ് ഡേറ്റ് ഉയർത്തുന്നത്. അപ്പോൾ അത് വീണ്ടും തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ അസമിന്റെ കാര്യത്തിൽ കരുതുന്നത്. അതെ, മാത്രമല്ല ഈ നിയമം വരുന്നത് 2019 നിയമം ആദ്യമായി അവതരിപ്പിക്കുന്നത് 2019 21 ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ കൃത്യമായി ബംഗാളാണ് തങ്ങളുടെ ലക്ഷ്യം എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അതായത് 2019 ഇത് അവതരിപ്പിക്കുന്നു, 21 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ സമയത്ത് എല്ലാ തരത്തിലും അതിനുവേണ്ടി ഒരുങ്ങായിരുന്നു BJP. എല്ലാ തരത്തിലും ബംഗാൾ പിടിക്കാമെന്ന് കരുതിയായിരുന്നു. പക്ഷെ ബംഗാളിൽ അതിനനുസരിച്ചുള്ള ഒരു ഫലം അവർക്ക് ലഭിച്ചിരുന്നില്ല 21. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ചട്ടങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പോലും പൂർണ്ണമായും അതിന്റെ ഗുണം BJPക്ക് നേടാൻ സാധിക്കും എന്നുള്ള സംശയമുണ്ട്. കാരണം 2019 ആദ്യമായി ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടന്നു, അതുപോലെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. രാജ്യം ഒട്ടാകെ സ്റ്റാൻഡ് സ്റ്റിൽ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ട് പോലും ഇവർക്ക് 100 സീറ്റ് കടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ബംഗാളിൽ. അപ്പോൾ അത് നിലനിൽക്കുന്നിടത്ത്, ആ ഉദാഹരണം അവിടെ നിലനിൽക്കുന്നിടത്ത് ഇന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗമൊന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ CAയുടെ വിജ്ഞാപനം വന്ന ഉടനെ മമതാ ബാനർജി പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ആധാർ കാർഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ഐഡന്റിറ്റി തെളിയിക്കാനുള്ള രേഖകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് രേഖകൾ തരാനുള്ള കൗണ്ടർ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, അതിനുള്ള പോർട്ടൽ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഇപ്പുറത്ത് കേന്ദ്ര സർക്കാർ ഒരു പോർട്ടൽ ആരംഭിക്കുന്നു, നിങ്ങൾക്ക് പൗരത്വത്തിന് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആ രജിസ്റ്റർ ചെയ്ത ആ പോർട്ടലിൽ നിന്ന് പുറത്താകുന്ന ആളുകൾക്ക് ഞങ്ങൾ പൗരത്വം തരും എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാളിൽ മമത ഈ പറഞ്ഞ പോലെ മറ്റൊരു പോർട്ടൽ തുടങ്ങുകയാണ്. അപ്പോൾ ഈ തരത്തിൽ നെക്ക് ടു നെക്ക് ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായ ഒരു വലിയ സ്വീപ്പ് ഈ BJPയുടെ സൈഡിലേക്ക് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം
പൊരുതി നേടിയ ഒരു 2021 ചരിത്രം ബംഗാളിനുള്ളത് കൊണ്ട് തന്നെ ബംഗാളിൽ എന്തായാലും വളരെ ശക്തമായ മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പറഞ്ഞ പോലെ NDAക്ക് അത്ര എളുപ്പമൊന്നുമല്ല ഈ തരത്തിൽ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഒരു യോജിപ്പോടുകൂടി നമുക്ക് നിർത്താം. അതായത് ബംഗാളിന്റെ കാര്യത്തിൽ മമതയും ചെറിയ പരിങ്ങലിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിയുടെ കാര്യത്തിൽ അത്ര വലിയൊരു ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മമത നടത്തിയായിട്ട് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഈ വോട്ട് ബാങ്കിന് മമതയ്ക്കും പിണക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് എന്താണ് നടക്കുക എന്നുള്ളത് കാത്തിരി തന്നെ കാണണം.